തൃശൂർ പാലപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം 25-ലധികം കാട്ടാനകളാണ് ജനവാസ മേഖലയ്ക്ക് സമീപം എത്തിയത്. കൃഷി നശിപ്പിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ കാട്ടാനക്കൂട്ടം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണോ? തീർച്ചയായും പാലാപ്പള്ളി മേഖലയിൽ കാട്ടാനക്കൂട്ടം തുടരുകയാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 7 മണിയോടുകൂടിയാണ് കാട്ടാനക്കൂട്ടം ഈ മേഖലയിലേക്ക് എത്തിയത്. ജിമ്മി ഡാമിന് പരിസരത്ത് കൂടിയാണ് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ വഴിയാത്രക്കാരനാണ് ആദ്യം ഈ കാട്ടാനകളുടെ മുൻപിൽ കുടുങ്ങിയത്. പെട്ടെന്ന് തന്നെ ഭയന്ന് വിറച്ച് അദ്ദേഹം അവിടുന്ന് മാറിപ്പോവുകയായിരുന്നു. ഫോറസ്റ്റ് അധികൃതരെ അടക്കം വിവരം അറിയിച്ചിട്ടുണ്ട്. റബ്ബർ എസ്റ്റേറ്റിന് അടുത്തും അതുപോലെ തന്നെ ജനവാസ മേഖലയ്ക്ക് സമീപവും റോഡിന് സമീപവും ഒക്കെ കാട്ടാനകളുണ്ട്. ഏതാണ്ട് 25ഓളം. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് കൗതുകമുള്ളതായിരിക്കാം. പക്ഷേ ആ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. ഏതാണ്ട് 25ഓളം കാട്ടാനകളുണ്ട്. അതിൽ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുവരെ കാട് കയറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഈ മേഖലയിൽ ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനയെ ഓടിക്കാൻ പടക്കം പൊട്ടിച്ചും മറ്റും കാട് കയറ്റാനുള്ള നീക്കം പുരോഗമിക്കുകയാണ്. എന്തായാലും അടിയന്തര ശാശ്വതമായ ഒരു പരിഹാരം വേണം, ഫെൻസിംഗ് വേലി അടക്കം വേണമെന്ന ആവശ്യം നാട്ടുകാർ ഉയർത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എന്തായാലും കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന കാഴ്ചയാണ് പാലാപ്പള്ളിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ശരി ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.